ഈ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ അവിടെയും ഇന്ത്യക്കാരും ആയിട്ടുള്ള ആളുകൾ ഇസ്രായേലിലുമുണ്ട്. ഇസ്രായേലിലുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഭരണകൂടമുള്ളത്. പക്ഷേ അതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിമാനമാർഗം അവരെ എത്തിക്കാൻ സാധിക്കില്ല. വിവിധ ഏജൻസികൾ പറയുന്നത് ജോർദാനിലെ അതിർത്തിയിലേക്ക് കരമാർഗം വന്ന് അവിടെ നിന്ന് പോരുക, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ അതിർത്തിയിലേക്ക് കരമാർഗം എത്തി അവിടെ നിന്നും വിമാനമാർഗം പോരുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിലും ഉള്ളിലും വലിയ അസമാധാനത്തിൻ്റെ അന്തരീക്ഷമാണുള്ളത്. വിവിധ കേന്ദ്രങ്ങളിൽ ആളുകൾ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നിരവധി ആളുകൾ, 100ഓളം പേർ ആശുപത്രിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ കൊല്ലപ്പെടുന്നത്. ബങ്കറുകളിൽ കഴിയുന്ന ആളുകളെല്ലാം സുരക്ഷിതരാണ്. പക്ഷേ ഇന്നലെ തന്നെ ഇസ്രായേലിൻ്റെ ഒരു അറിയിപ്പ് വന്നു. ഇനി വലിയ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിടുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ബങ്കറുകളിൽ കഴിയുന്ന ആളുകൾക്കും ആശങ്കയുണ്ടാക്കും എന്നുള്ള ഒരു പ്രസ്താവന ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. അത് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ബങ്കറുകളിൽ കഴിഞ്ഞാലും സുരക്ഷിതരല്ല എന്നൊരു സന്ദേശം കിട്ടുമ്പോൾ സ്വാഭാവികമായും അത് ജനങ്ങളിലുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ജനങ്ങളിലെ ഭൂരിഭാഗം ആളുകളും കഴിഞ്ഞ തവണ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നും അതേപോലെ തന്നെ നെതന്യാഹുവിനെ മാറ്റണം എന്നും വിചാരിക്കുന്ന ആളുകളാണ് ഇസ്രായേലിലുള്ള വലിയൊരു വിഭാഗം എന്ന് പറയുന്നത്. അവരാണ് തെരുവിൽ നെതന്യാഹുവിനെതിരെ മുദ്രാവാക്യം മുഴക്കിയിരുന്നത്. അതേപോലെ തന്നെ പ്രതിപക്ഷം നെതന്യാഹു മാറി പെട്ടെന്നൊരു ഇലക്ഷനിലേക്ക് പോകണം എന്ന പ്രമേയം അവതരിപ്പിക്കുക കൂടി ചെയ്തിരുന്നു. പക്ഷേ അതിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ടാണ് ആ സന്ദർഭങ്ങളെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നെതന്യാഹു ഇപ്പോൾ ഈ ഒരു ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതോടുകൂടി പ്രതിപക്ഷം പോലും ഈ ഒരു യുദ്ധത്തെ പിന്തുണക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറി. ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എത്ര കാലം ഇസ്രായേലിനുള്ളിൽ ഇങ്ങനെ സമാധാനമില്ലാതെ ജീവിക്കേണ്ടി വരും എന്ന ആശങ്ക സ്വാഭാവികമായും അവിടെയുണ്ട്, അവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. പല ആളുകളും അത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. സുഹൈൽ, ഒരു കാര്യം കൂടി, ഈ സംഘർഷം ഈ രീതിയിൽ തന്നെ അതിരൂക്ഷമായി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ചൈനയ്ക്കും റഷ്യ ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരില്ലേ? അത്തരം നിലപാടുകൾക്ക് ഈ വിഷയത്തിൽ കാര്യമാത്ര പ്രസക്തമായ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം ഗസയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. ഗസ ഇത്രയും ദിവസമായി മാസങ്ങളായി വംശഹത്യ ഇങ്ങനെ അരങ്ങേറുമ്പോൾ ലോകം മുഴുവൻ അത് നോക്കി നിൽക്കുകയാണ്. ഇതിനേക്കാൾ വലിയ മരണം ഗസയിൽ സംഭവിച്ചു. 60,000-ഓളം മരണം സംഭവിച്ചു. ഭൂരിഭാഗം കുട്ടികളും സ്ത്രീകളുമാണ്. അതേപോലെ തന്നെ അവിടെ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ആളുകൾ മാസങ്ങളോളം കഴിഞ്ഞു. 2 മാസത്തോളം അവിടേക്കൊരു ട്രക്കും കടത്തിവിടാതെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു. പക്ഷേ അപ്പോഴും റഷ്യക്കോ അല്ലെങ്കിൽ ചൈനക്കോ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ നേരിട്ടിടപെടാൻ ഒരു രാജ്യവും തയ്യാറാകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. റഷ്യയും ചൈനയും അതേപോലെ തന്നെ തുർക്കിയും തമ്മിൽ ചില ചർച്ചകളെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ചില പ്രസ്താവനകളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും നേരിട്ട് നടത്തുന്ന ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ മറ്റുള്ളവരാരും തന്നെ പങ്കാളികളാവുന്നില്ല. പല UN വേദികളിലും UN സെക്യൂരിറ്റി കൗൺസിലടക്കം വിവിധ പ്രമേയങ്ങൾ വന്നു. പക്ഷേ ആ പ്രമേയങ്ങളെല്ലാം തന്നെ വീറ്റോ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. UN എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമേയം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിലോ ഗസയിലോ ഇറാനിലോ ഒന്നും തന്നെ സംഭവിക്കും എന്ന് നമുക്ക് ഒട്ടും വിചാരിക്കാൻ സാധിക്കില്ല. കാരണം അത്തരം പ്രമേയങ്ങൾ, അത്തരം നിലപാടുകൾ പലപ്പോഴും വന്നിട്ടും അതിനെല്ലാം അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ചൈനയോ റഷ്യയോ വേറെ ഏതെങ്കിലും രാജ്യമോ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നെതന്യാഹുവിൻ്റെ കൈക്ക് പിടിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾക്ക് വിഘാതമാകുന്ന ഘട്ടത്തിൽ മാത്രം ഇടപെടുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ചൈന, റഷ്യ പോലെയുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സംഘർഷം അതിരൂക്ഷമാവുകയാണ്. വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ തന്നെ അതിശക്തമായ പ്രത്യാക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാന്റെ വിവിധയിടങ്ങളിൽ ഇസ്രായേലിന്റെ പ്രത്യേകിച്ച് ആണവ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ തുടരുന്നത്. മേഖല അതിരൂക്ഷമായ രീതിയിൽ സംഘർഷം വളരുന്നു എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്.